ഹേ ഗായ്സ്, അപ്പൊ നമ്മളെ വാൽപ്പാറ എത്തി. സാറിന് പെട്രോളൊക്കെ അടിച്ചു, അല്ലെങ്കിൽ പിന്നീട് നമ്മളെ ചുരമൊക്കെ ഇറങ്ങണേണ്, അങ്ങോട്ടൊന്നും പമ്പ് കാണൂല. പശുമ്പ ഓൺ റോഡ്. ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയും അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റൈൽ ഊണെല്ലാം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. പക്ഷെ നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് അറിഞ്ഞത് സാറ്റർഡേ സൺഡേ മാത്രമേ ആ സ്പോട്ട് ഓപ്പൺ ആയിരിക്കുള്ളൂ. പിന്നെന്ത് ഞാൻ തിരിച്ചു പോയി. അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി നമ്മൾ പോവാണ്. അടുത്തത് നമ്മളൊരു ടണലൊക്കെ ഉള്ള ഒരു ഫുള്ള് തേയിലത്തോട്ടമാണല്ലോ, പിന്നെ ചെറിയ കാടൊക്കെ ഉള്ള ഒരു സ്ഥലത്തായാണ് പോയത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചതല്ലേ, എങ്ങനെ ഈ ടണൽ വന്ന് ഇത്രയും വലിയൊരു തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മൊത്തത്തിലൊരു ക്യൂരിയോസിറ്റി ആയി. പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ നോക്കുമ്പോൾ താഴോട്ട് വഴിയുണ്ട്, പിന്നെ നേരെ ടണലിനടുത്തോട്ട് പോയി. പക്ഷെ ഈ ടണൽ എങ്ങനെയാണ് ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ വന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ നേരെ തിരിച്ചു പോക്കുകയാണ്. പിന്നെ പോണ വഴിക്ക് തന്നെ വേറെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഹോട്ടലെത്തി പെട്ടെന്ന് തന്നെ കോടമഞ്ഞൊക്കെ കൊണ്ടങ്ങ് മൊത്തത്തിലങ്ങ് നിറഞ്ഞു. പിന്നെ നല്ല മസാലയൊക്കെ തേച്ച ഒരു ചോളവും മേടിച്ച് കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നേരെ ചുരം ഇറങ്ങാൻ തുടങ്ങി. കുറച്ചേരം ചുരത്തിലൊക്കെ ഇറങ്ങിയത് വണ്ടിക്കകത്ത് കയറിയപ്പോഴാണ് ഒരു കുരങ്ങനാണെങ്കിൽ നമ്മളെ ഫോൺ തട്ടിപ്പിടിച്ച് ഓടാനായിട്ട് പോയി. അങ്ങനെ കുരങ്ങനെ ചവിട്ടി പുറത്തോട്ടിട്ട്. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് റോഡ് സൈഡിലാണെങ്കിൽ മാങ്ങയും അതുപോലെ പുറത്തുചക്കയൊക്കെ ഇങ്ങനെ മുളവിൽ കുളിപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കണം. കണ്ടപ്പോൾ തന്നെ തിന്നാൻ തോന്നി. എന്നിട്ടേപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശയും പൂരി നെയ്റോസ്റ്റ് ഒക്കെ മേടിച്ച് ഇത്രയും ദിവസം കല്യാണം കൂടി ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എന്താ വാപ്പാരെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ തിരിച്ചു പോവുകയാണ്. പിന്നെ അങ്ങോട്ട് MC പിടിച്ചൊരു 100-120 വിട്ടടിച്ച് അങ്ങ് പോവുകയാണ്. നൈറ്റ് ഇതുപോലെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ ഹൈവേയിൽ ഫുൾ ഇതുപോലത്തെ കണ്ടെയ്നറും അതുപോലത്തെ അങ്ങനത്തെ വലിയ വലിയ വണ്ടികളായി. ഉറക്കം മാറാനായിട്ട് ഒരു ഷേക്ക് മേടിച്ച് പിടിച്ചിട്ട് ഞാൻ നേരെ വണ്ടി ഓടിക്കാനായിട്ട് കയറി. ഉറക്കം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡാക്കി കിടന്നുറങ്ങി. എന്നിട്ട് നമ്മളൊരു രാവിലെ ഒരു 5-5:30 വീടെത്തി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശരിയെന്നാ.